വാർത്തയിലേക്ക്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് സമസ്ത പ്രമേയം. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണ്. എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളും വിഭജിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു. ഉമർ ഫൈസി മുക്കമാണ് പ്രമേയം അവതരിപ്പിച്ചത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അസ്ലം, എന്താണ് സംസ്ഥ ഇത്തരത്തിലൊരു പ്രമേയവുമായി മുന്നോട്ട് വരാൻ കാരണം? ഒപ്പം എന്താണ് ഇതിന്റെ ഉള്ളടക്കം? മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് നേരത്തെ തന്നെ പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. SDPയും മുസ്ലിം ലീഗും തുടങ്ങിയ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ സംഘടനകളൊക്കെ തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന കാര്യം, ജില്ലയുടെ വലിപ്പവും അതോടൊപ്പം തന്നെ ഭരണ സൗകര്യം പരിഗണിച്ചുകൊണ്ട് വിഭജിക്കുന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രമേയത്തിലാണ്, ഉമർ ഫൈസി മുക്കം അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ജില്ലകൾ കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ചുകൊണ്ട് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണ് എന്നൊരു പ്രമേയത്തിലാണ് മലപ്പുറം ജില്ലയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. മലപ്പുറത്ത് 45 ലക്ഷത്തോളം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനുമായി പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമെന്ന് പറയുന്നു. ഇടുക്കി, അതോടൊപ്പം തന്നെ പാലക്കാട്, എറണാകുളം ജില്ലകളിലും സമാനമായ സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ഭരണ പ്രതിപക്ഷങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജില്ലകളുടെ വിഭജനവും അതുവഴി പുനഃക്രമീകരണവും നടത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഉയർന്ന വിവിധ സംഘടനകൾ ഉയർത്തുകയും പല അർത്ഥത്തിൽ ചർച്ചയാവുകയും ചെയ്ത ഒരു ആവശ്യമാണ് ഇപ്പോൾ സമസ്ത അതിന്റെ 100ാം വാർഷിക സമ്മേളനത്തിലൂടെയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രമേയം അവതരിപ്പിച്ചത് ഉമർ ഫൈസി മുക്കമാണ്.